നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് ചോദിച്ചു, സ്വാമിക്ക് ജയറാമിനോട് ഭയങ്കര പകയാണല്ലേ എന്നും. എനിക്കെന്തൊരു പകയാണുള്ളത്? അദ്ദേഹത്തിൻ്റെ മുഖം മൂടി എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് നല്ല നടനാണെന്ന് പോലും ഞാൻ പറയില്ല. പത്മരാജൻ സാറിനെ പറ്റിയ ഒരു അബദ്ധമായിട്ട് മാത്രമേ ഞാൻ കരുതുള്ളൂ. പിന്നെ അത് ഭാഗ്യവാനാണ്. സിനിമയിൽ കഴിവല്ല കാര്യം, ഭാഗ്യത്തിനാണ്. ജയറാം ഭാഗ്യമുള്ള ഒരു നടനാണ്. ഭാഗ്യമുള്ളൊരു നടൻ. ഇതിനേക്കാൾ ഭാഗ്യമില്ലാതെ പോയ ഒരുപാട് അഭിനയിച്ച് കാര്യപ്രാപ്തി തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞു വൈരാഗ്യമില്ല. ഇന്നിപ്പം അത് ആരറിഞ്ഞ് വിളിച്ചാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അല്ല, അങ്ങ് ശബരിമല വിഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ സ്വർണ്ണപ്പാളിയൊക്കെ ജയറാം എടുത്തുകൊണ്ട് പോയി എന്നുള്ള വൃത്തത്തിൽ സംസാരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. എടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചല്ലോ. വീട്ടിൽ കൊണ്ട് വയ്ക്കാനുള്ള അവസരം കൊടുത്തില്ലേ? അയ്യപ്പൻ്റെ വിഗ്രഹം, അദ്ദേഹം ഒരു ബ്രാഹ്മണനല്ലേ? ഞാൻ പറഞ്ഞാൽ എന്താണ് തെറ്റ്? ശ്രീനിവാസൻ മരിച്ചപ്പോൾ അദ്ദേഹം വിദേശത്തെങ്ങണ്ടായിരുന്നു. എവിടെ ആയിരുന്നാലും ശ്രീനിവാസനെ പോലെ മലയാള സിനിമയിലെ പ്രഗത്ഭനായ, മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന, സമൂഹത്തിലെ ഇല്ലായ്മകൾ, സമൂഹത്തിൻ്റെ നശിച്ചു പോകുന്ന സമൂഹത്തിൻ്റെ ദുഷ്കരമായ കർമ്മങ്ങൾ ചൂണ്ടിക്കാണിച്ച ശ്രീനിവാസനെ പോലുള്ള, സന്ദേശം പോലുള്ള സിനിമയിൽ നല്ല വേഷങ്ങൾ ചെയ്ത, നല്ല കഥാപാത്രങ്ങൾ കൊടുത്ത ആ മനുഷ്യൻ്റെ മൃതശരീരത്തിനടിയിൽ അടുത്തേക്ക് വന്നില്ലല്ലോ. അതിലെന്താ തെറ്റ് പറഞ്ഞതിൽ? അത് പറയാനല്ലോ ഇതിലുള്ള വേദികളുള്ളത്. അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. അല്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വിഷമം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ആരാധകർ വിഷമിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇതുപോലെ തിരുത്തി കൊടുക്കണം. തിരുത്തലാണ് വേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ശബരിമല അയ്യപ്പൻ്റെ കട്ടൽപാളികൾ എടുത്തുകൊണ്ട് പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് പൂജിച്ച്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വലിയ തമാശയാണ് എനിക്ക് മനസ്സിലാവാത്തത്. പൈസ പ്രതിഫലം വല്ലതും കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. വല്ല 500 രൂപയും കണ്ട്. ഒന്ന് ആലോചിക്കണേ, 500 രൂപ എന്തോ ചെറിയ പ്രതിഫലം അങ്ങനെ. അപ്പം അത് ചെയ്ത അബദ്ധങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഈ അപരാധം ചെയ്തത് മാത്രമല്ല, മഹാബ്രാഹ്മണനാണെന്ന്, കുലത്തിൽ ജനിച്ചതാണെന്ന് കൊട്ടിഘോഷിക്കുന്ന ഈ മനുഷ്യൻ ശബരിമല കട്ടൾപാളി എടുത്തുകൊണ്ട് വീട്ടിൽ വയ്ക്കുക മാത്രമല്ല, തമിഴ്നാട്ടിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരെയും വിളിച്ചു വരുത്തി ലക്ഷവും കോടിക്കണക്കിന് രൂപ ഈ ഉണ്ണികൃഷ്ണനെ പോലൊരു കള്ളനെ ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ 500 രൂപയെ കൊടുത്തുള്ളൂ. 500 രൂപ പറയത്തക്ക ഒന്നും കൊടുത്തില്ല. അപ്പം തന്നെ ഇത് വീട്ടിൽ കൊണ്ട് വയ്ക്കുമ്പോൾ പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, അബദ്ധമാണ്. ശബരിമല കട്ടൽപാളി വീട്ടിൽ കൊണ്ടുവരാനുള്ളതല്ല. ഇവിടെ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലമാണ്, അശുദ്ധി ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇത് വീട്ടിൽ കൊണ്ടുവച്ച് പൂജിക്കാൻ പാടില്ല. ഇത് അയ്യപ്പ വിഗ്രഹത്തിൻ്റെ മുമ്പിലിരിക്കുന്ന കട്ടൽപാളികളാണ്. ഈ നാട് ഇത് അബദ്ധമാണ്, തെറ്റാണ്, അനീതിയാണ് എന്ന് പറയേണ്ടതിന് പകരം തൻ്റെ വീട്ടിൽ ശബരിമലയിലെ കട്ടൽപാളികൾ കൊണ്ടുവന്നു. അതുകൊണ്ട് താനാണ് ഈ ഭൂമിയിലെ ഏറ്റവും അവതാര പുരുഷൻ എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഈ തമിഴ്നാട്ടിലെ ഒരുമാതിരിപ്പെട്ട അന്ധവിശ്വാസികളെല്ലാം കൂടെ വിളിച്ചു വരുത്തി മണിയും അടിച്ച് പൂജിച്ച് എന്നിട്ടിപ്പം ശരിക്കും പറഞ്ഞാൽ ഇതാരൊക്കെയാണോ ഇതിനകത്ത് പങ്കുള്ളത് അവരെയൊക്കെ പ്രതിയാക്കണം. ബന്ധമുണ്ട്, ഇവർക്കൊക്കെ ബന്ധമുണ്ട്. ഇവർ ബന്ധം എങ്ങനെയുണ്ട്? ഇവർ മുറിച്ചെടുത്തിട്ടുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇനി ലോകത്തിൻ്റെ മുമ്പിൽ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ, വിഗ്രഹങ്ങൾ അടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഇനി ചെയ്യാതിരിക്കാൻ കർക്കശമായ നിലപാടുകളാണ് വേണ്ടത്. അതങ്ങനെ നമുക്ക് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണകൂടമല്ലേ ഇവിടെ ഉള്ളത്? ദൈവമില്ലല്ലോ, അപ്പോൾ അവർക്ക് എടുത്തുകൊണ്ട് പോകാം. പിന്നെ എനിക്ക് മനസ്സിലാകാത്തൊരു സത്യം, ഞാൻ ഹൈന്ദവതയെ സ്നേഹിക്കുന്ന ആളാണ്. എന്തുകൊണ്ടാണ് BJP സർക്കാർ, തിരുവനന്തപുരത്തെ കേരളത്തിലെ BJPക്കാർ, കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എനിക്ക് മനസ്സിലാകാത്ത എൻ്റെ വ്യക്തിപരമായ ചോദ്യമാണ്. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ോടുള്ള എൻ്റെ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇത്രയും നിഷ്ഠുരമായ ഒരു കർമ്മം നടന്നിട്ട് എന്തുകൊണ്ടാണ് BJP ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കാത്തത്? ആരുടെയൊക്കെ പേരിനെ ഓർമ്മിപ്പിക്കാനായിട്ട് പിന്നെ ഒരു കത്ത് കൊടുക്കുന്നതാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു കത്ത് കൊടുക്കുക മാത്രമാണോ ചെയ്യേണ്ടത്? അതാണോ ചെയ്യേണ്ടത്? ഒരു ഹൈന്ദവ ക്ഷേത്രം മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടിട്ട്, പണ്ട് കാലത്ത് ടിപ്പു സുൽത്താൻ്റെയൊക്കെ കാലഘട്ടത്തിൽ കൊള്ളയടിക്കപ്പെട്ട പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ട് വിഗ്രഹങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു മതം മാറ്റുകയൊക്കെ ചെയ്ത വലിയ ചരിത്രമാണ്. അതിനേക്കാൾ ഭീകരമല്ലേ ഇത്? എന്തുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ നിശബ്ദരാകുന്നു? എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ അവർ തയ്യാറാകുന്നില്ല?
ഇത് എൻ്റെ ചോദ്യം മാത്രമല്ല, നൂറുകണക്കിന് ആൾക്കാരുടെ ചോദ്യമാണ്, നൂറുകണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ ചോദ്യമാണ്. ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് പറയുകയോ പ്രത്യേക ഒരു മതത്തെക്കുറിച്ച് പറയുകയോ മാത്രമല്ല, ഇതെവിടെ ചെയ്താലും, ഏത് പള്ളിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്താലും, ഇത്തരം വിശ്വാസ പ്രമാണങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഏത് സംഘടനകളെന്നുള്ളതല്ല, നമ്മളെ മനുഷ്യർ ഒത്തുകൂടി അത് ചെയ്യേണ്ടതല്ലേ? ഒന്ന് ആലോചിക്കൂ. ശബരിമല അയ്യപ്പൻ്റെ ഇത്രയും വലിയൊരു പ്രശ്നം, ഇത്രയും വലിയ അയ്യപ്പൻ്റെ ആ പവിത്രമായിട്ടുള്ള ആ സ്ഥലത്ത് കയറി ഈ കൊള്ളസംഘം മുഴുവൻ നടത്തിയിട്ട് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ നിശബ്ദരായിരിക്കുന്നു. ആർക്കോ വേണ്ടി നിശബ്ദരാകുന്നു, ആർക്ക് വേണ്ടി എന്നുള്ളതാണ് ചോദ്യം. അത് മറുനാടൻ ഷാജന് എൻ്റെ ചില വാർത്തകൾ എനിക്ക് രണ്ട് കൈയും നീട്ടി നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. വളരെ വിളിച്ചു പറയാനുള്ളത് വളരെ ശക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ജോർജ് തോമസ് സാറ് പറയുന്നുണ്ട്, ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നുണ്ട്. ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കൂ. സമൂഹത്തിലെ ഹൈന്ദവ സംഘടന ഇനിയെങ്കിലും ഉണരേണ്ട സമയമായി. നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെയല്ല ഞാൻ പറയുന്നത്, ഇത്തരം കള്ളന്മാർക്കെതിരെ പ്രതികരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ദൈവവിശ്വാസമില്ല, അവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നു. പക്ഷേ അത് അവർക്കെതിരെ നിങ്ങൾ നീങ്ങണ്ട. പക്ഷേ അതിനകത്തുള്ള ആ സംഘടനയ്ക്കകത്തുള്ള അവർ വിശ്വസിച്ച് ഏൽപ്പിച്ച മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിച്ച് ഏൽപ്പിച്ച ആ അയ്യപ്പൻ്റെ ആ ആരാധനാലയത്തിലെ കൊള്ളകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണ്ടേ? ഒരുപക്ഷെ പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലുള്ള പ്രസക്തി, വിശ്വാസം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച്, ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ച് ഒരുപക്ഷെ അവർ നിശബ്ദരായേക്കാം. പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കണം. ഹൈന്ദവ സംഘടനകൾ മാത്രമല്ല, അയ്യപ്പനെ വിശ്വസിക്കുന്ന ഒരുപാട് പേർ ഇത് ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹം ഇത്തരം നീചകൃത്യങ്ങൾ, ഇത്തരം കൊള്ളക്കാരും കള്ളന്മാരോടും കൂട്ടുനിന്നുകൊണ്ട് രഹസ്യാത്മകമായി വീട്ടിൽ ഐശ്വര്യവും ക്ഷേമവും ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ അത് തെറ്റാണ്. ഇദ്ദേഹത്തെയും ഈ കേസിൽ പ്രതിയാക്കി അതിൻ്റെ ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വളരെ മോശകരമായിട്ടുള്ള, ദോഷകരമായിട്ടുള്ള ഇത്തരം അവസ്ഥകളിലേക്ക് ഈ രാജ്യം നശിച്ചു പോവുകയാണ്. നിശബ്ദരായിപ്പോയി ഹൈന്ദവ സംഘടനകൾ. ഹൈന്ദവരുടെ വിശ്വാസ പ്രമാണങ്ങളുടെ അവരുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനായിട്ട് സംഘടിച്ച് നിൽക്കുന്ന ഒരുപാട് സംഘടനകൾ കൂടെ ഉള്ളപ്പോൾ ശബരിമല ഈ വിഷയത്തിൽ അവരെന്തുകൊണ്ട് നിശബ്ദരാകും എന്നുള്ള ചോദ്യത്തിന് നാളെ കാലത്തിന് മുമ്പിലെങ്കിലും ഉത്തരം പറഞ്ഞേ മതിയാവൂ. അതാണ് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, എല്ലാം ദൈവനാമങ്ങളാണ്. ശ്രീകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, കണ്ടില്ലേ, വാസു, എല്ലാം ഈശ്വരനാമങ്ങളാണ് മുഴുവൻ. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തൊരു ഭീകര അവനെ ചേർത്ത് പിടിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ളയൊക്കെ മനുഷ്യർ, അവരൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിറഞ്ഞു നിന്ന് മന്ത്രിയൊക്കെ ആയിട്ടുള്ള ജനങ്ങളുടെ സേവകനായിട്ടൊക്കെ അയാളെക്കുറിച്ചൊന്നും മോശം അഭിപ്രായമൊന്നും ഞാൻ പറയില്ല. അവരൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അയാളുടെ ഇടയിലേക്ക് ഇത്തരം ഈ വിഷജന്തുക്കൾ പടർന്നു കയറി എന്തും ഇനിയിപ്പോൾ അദ്ദേഹം സാമ്പത്തികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്തരം ആൾക്കാരുടെ തോളത്ത് കൈയിട്ടില്ലേ? ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം മതി എന്ന് പറയുന്ന പോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവനെയൊക്കെ ചേർത്ത് പിടിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ടി വിയിൽ കടകംപള്ളി സുരേന്ദ്രനെ സംസാരിക്കാൻ അദ്ദേഹത്തിന് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് കടകംപള്ളി. ആ കടകംപള്ളിയൊക്കെ നിശ്ചലരായി പോവുകയാണ്, നിശബ്ദരായി പോവുകയാണ്, ശ്വാസമില്ലാതെ പോവുകയാണ്. ജയറാമാണെങ്കിലും അത് ഉത്തരം പറഞ്ഞില്ലേ പറ്റുള്ളൂ. നമ്മളിവിടെ രാഷ്ട്രീയ യോഗം മാറ്റിവെച്ചിട്ട് ഒരാളുടെ വിശ്വാസ പ്രമാണങ്ങൾ തച്ചുടയ്ക്കാൻ, ക്ഷേത്രവിഗ്രഹങ്ങൾ അവിടെ പാത്രം കഴുകാൻ നിന്നവനോ പൂജാപാത്രം എടുത്തു കൊടുക്കാൻ നിന്നവനൊക്കെ കയറിയവനൊക്കെ തന്നെ ഇവിടെ ശബരിമലയിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇനിയും ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവിടെ മുഴുവൻ അടിച്ച് ശുദ്ധമാക്കി ശുദ്ധികലശം നടത്തി എല്ലാവരെയും പുറത്താക്കിയിട്ടുണ്ട്. എളുപ്പമല്ലതൊന്നും. കാരണം അതൊന്നും എത്രയോ കാലങ്ങളായി അടിയുറച്ചു പോയതാണ്. അടിയുറച്ചു പോയ വിശ്വാസങ്ങളെ മുഴുവൻ പൊളിച്ചടുക്കി ഇല്ലാതാക്കിക്കൊണ്ട് വേറൊരു സംസ്കാരം രൂപപ്പെടുത്തി കൊണ്ടുവന്ന് പണമുണ്ടാക്കുന്ന ഒരു സംസ്കാരമായിട്ട് മാറിക്കഴിഞ്ഞു. പണമുണ്ടാക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ വരെ, സത്യം പറഞ്ഞാൽ മറുനാടൻ ഷാജൻ പറയുന്നത്, ഈ വിഗ്രഹത്തെക്കുറിച്ച് വരെ നമ്മൾ സംശയം തോന്നുന്ന അവസ്ഥയിലേക്ക് പോയി. പക്ഷെ ഒരു കാര്യം വളരെ സത്യമാണ്. എന്താണ്? അയ്യപ്പൻ ശക്തനാണ്. അയ്യപ്പനെതിരെ കളിച്ചവരെല്ലാം തന്നെ അഴിക്കുള്ളിലാണ്. ഇനിയുമില്ല. ഇതല്ല, ആരൊക്കെയാണോ മറഞ്ഞിരിക്കുന്നത് അവരെല്ലാം തന്നെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം വരെ വലിയ വില കൊടുക്കേണ്ടി വരും. കോടതി നിയമ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ തെളിവൊന്നുമില്ലാത്ത ഇപ്പം ഇവിടുന്ന് കൊണ്ടുപോയ സ്വർണം മുറിച്ച് മറ്റൊന്നാക്കി അല്ലെങ്കിലൊക്കെ മാറ്റിയെടുത്ത് അതിൻ്റെ രേഖകളൊന്നും കാണാത്തത് കൊണ്ടൊക്കെ രക്ഷപ്പെട്ടേക്കാം.
പക്ഷേ കാലം ഏൽപ്പിച്ച ചില സത്യങ്ങളുണ്ട്, കാലം മാറ്റിവെച്ച ചില സത്യങ്ങളുണ്ട്, കാലത്തിൻ്റെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച സത്യങ്ങളുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ശരണം വിളിയോടുകൂടി നടന്ന് കല്ലും മുള്ളും ചവിട്ടി എവിടെ ചെന്ന് കാലിന് മെത്തയായിട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കയറി ചെന്ന് അയ്യപ്പൻ്റെ മുമ്പിൽ ശരണം വിളിച്ചു നിന്ന സ്ഥലത്തെ ആ വിഗ്രഹങ്ങളും ആ വിളിച്ചതിൻ്റെ ഒരു ശക്തിയുണ്ട്. അത് മോഷ്ടിച്ചെടുക്കാൻ മനുഷ്യനായിട്ടുള്ള ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അത് ശ്രമിച്ചിട്ടുണ്ടെന്നെങ്കിലല്ല, അത് ശ്രമിച്ചിരിക്കുന്നു. അവരൊക്കെ തന്നെ എന്ത് ശവന്തീനികൾ ആരാണെന്ന് പറഞ്ഞാലും, എത്ര കഴുകന്മാരാണെന്ന് പറഞ്ഞാലും, ആ ഭഗവാന്റെ പുഞ്ചിരിക്ക് മുമ്പിൽ ഭസ്മമായി പോകുന്നൊരവസ്ഥയുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവരൊക്കെ തിരിച്ചറിയണം. ദൈവിക സാന്നിധ്യങ്ങളുടെ ശക്തി അത് ചെറുതല്ല. സ്റ്റീഫൻ കണ്ടില്ലേ? ഏറ്റുമാനൂർ സ്റ്റീഫൻ, ഏറ്റുമാനൂരില്ല, പിന്നെ പാറശാലക്കാരൻ സ്റ്റീഫൻ ഏറ്റുമാനപ്പനെ എടുത്തുകൊണ്ട് പോയപ്പം കണ്ടുപിടിച്ചില്ലേ? അപ്പം ദൈവികമായ ശക്തിയുടെ ഉറവിടം എന്താണ്? എവിടെയാണ് ദൈവികമായ ശക്തി? പ്രപഞ്ചത്തിൽ നിന്ന്, പ്രപഞ്ചത്തിൻ്റെ നാനാ കോണുകളിൽ നിന്ന് ഉത്ഭവിച്ച് വന്ന് ഒരിടത്ത് സ്ഥാനമായിരിക്കുന്ന കെട്ടുകഥകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. വിശ്വാസത്തിൻ്റെ പേരിൽ ചില കെട്ടുകഥകളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവൻ അവിടെ കയറി അവൻ തിന്നു കൊഴുത്ത് പന്നിയെപ്പോലെ വളർന്ന് അവൻ്റെ ബാക്കിയുള്ളവരെ ഇടുന്നത്. അപ്പോൾ ഇവനെല്ലാം ഇവരുടെ പൂർവ്വജന്മ ശത്രുക്കളായിരിക്കും. എൻ്റെ പേരുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ? ശ്രീകൃഷ്ണൻ ഒരുത്തൻ, ഗോവർദ്ധനൻ ഒരാൾ, വാസുദേവൻ, ഇതൊക്കെയാണ് പേരുകൾ. ഇതെല്ലാം കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട കുറേ പേരുകളുള്ള കുറേ മനുഷ്യർ. പത്മകുമാർ കണ്ടില്ലേ? തമിഴായിട്ട് ബന്ധപ്പെട്ട എല്ലാ ദൈവിക നാമങ്ങൾ അറിയപ്പെട്ടവരാണ്. ദൈവത്തിനെ കൊള്ളയടിച്ചേക്കുന്നു. ഇത് തെളിയിക്കപ്പെടുമെന്ന് നമുക്കൊരു ഉറപ്പൊന്നുമില്ല. ഇതെങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുന്നത് ചോദിച്ചാൽ അതൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ നമുക്ക് നമ്മുടെ ഉള്ളിൽ കത്തുന്ന ആത്മരോക്ഷം, അത് ആത്മീയതയിൽ കൂടെ ഉള്ളത്, ആത്മീയതയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. പക്ഷേ നമുക്കിത് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ? നമുക്കിത് പറയാനല്ലേ കഴിയുള്ളൂ? ഇതെന്തിനാണ് പറയുന്നത്? നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കൂ. നമ്മൾ വളരുന്ന ലോകം, നമുക്ക് ചുറ്റുമുള്ള ലോകം, നമ്മൾ എങ്ങോട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുടെ അടിത്തറ ഇളകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സംയോജിപ്പിച്ച് നിർത്താൻ ആരാണ് ഇവിടെ ഉള്ളത്? വാർത്തകളെ സംബന്ധിച്ചിടത്തോളം പുതിയ വാർത്തകൾക്ക് നടുവിൽ പഴയ വാർത്തകൾ കാലഹരണപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചെങ്കിൽ, അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം, സ്വർണ്ണപ്പാളികൾ കട്ടെടുത്തവരെ സംബന്ധിച്ചിടത്തോളം, അത്തരം വാർത്തകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ആകാംക്ഷകുലമായി ടി വിയുടെ മുമ്പിലിരിക്കുകയാണ്, വാർത്തകൾക്ക് മുമ്പിൽ. ഇന്നാരാണ് പിടിക്കപ്പെട്ടത്? പോലീസ് സംവിധാനമൊന്നും മോശമൊന്നുമല്ല, പക്ഷേ അവർക്ക് മേൽ സമ്മർദ്ദമുണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖർ അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ ഉണ്ടാകുന്ന ഭീകരമായ ആഘാതം, ആ ആഘാതം ഉണ്ടാകുന്ന ഉറപ്പല്ലേ? നീ കാവൽ നിന്നോളൂ എന്ന് പറയുന്നവർ തന്നെ ആ മോഷ്ടാവായി മാറുന്ന, കള്ളനായി മാറുന്ന ഒരു ഭീകരമായ അവസ്ഥ നമ്മൾ മുമ്പിൽ കണ്ടു. എന്തു പറയാനാണ്? നമ്മുടെ വിധിയല്ലാതെ. കുട്ടിക്കാലം മുതൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച്, സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള വിളികൾ കേട്ട് ഓരോ വീട്ടിലും ഭക്തി നിർഭരമായിട്ടുള്ള സായാഹ്നങ്ങൾ, സന്ധ്യകളിൽ അവർ ഇരുമുടി കെട്ടേറ്റി ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ ശരണം വിളിച്ചു പോകുമ്പോൾ നമ്മുടെ ഹൈന്ദവർ മാത്രമല്ല ഉണരുന്നത്, ഈ പ്രപഞ്ചത്തെ തന്നെ ഉണർത്തിക്കൊണ്ടു പോകുന്ന ആ ശരണം വിളികളെല്ലാം നിശ്ചലമായോ എന്ന് ചോദിച്ചാൽ, നിശ്ചലമായവർ, നിശ്ചലമാക്കാൻ ശ്രമിച്ചവരൊക്കെ നിശ്ചലരായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവം കൊടുക്കുന്ന നല്ല നല്ല സൗഭാഗ്യങ്ങൾ, ഇപ്പം ഡി മണി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പല പേരുകളിലായിട്ട് അറിയപ്പെടുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെയുള്ള ഒരു തുന്നൽ കടക്കാരൻ്റെ ശ്രീകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഒരു തയ്യക്കടയായിട്ട് ഇരിക്കുന്നവൻ്റെ പേരിൽ ഒരു മൊബൈൽ എടുക്കുന്നു. ആ മൊബൈലിലൂടെ ട്രാൻസാക്ഷനൊക്കെ നടത്തുന്നു. മറ്റയാൾ നിസ്സാരമായ പൈസയിൽ പൊട്ടിക്കരയുന്ന അദ്ദേഹത്തിനെ കണ്ടു. ഇതൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത്. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ബന്ധം അയ്യപ്പനുണ്ടാക്കും. ചെയ്തിട്ടുള്ളവരെല്ലാം തന്നെ ശിക്ഷിക്കപ്പെടും. അത് നിയമത്തിൻ്റെ ശിക്ഷയാണെന്ന് ഞാൻ പറയില്ല. പണ്ട് തെക്കതൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് പണ്ട് കാലത്ത് സ്വർണം ഇങ്ങനെ കിഴികെട്ടിയിടും. ആ ഇട്ട സ്വർണത്തിനെ വിഗ്രഹം പൊക്കി ഇളക്കിക്കൊണ്ട് പോയവരുടെ വംശത്തിനൊക്കെ ഉണ്ടായ ദോഷങ്ങൾ, നാശങ്ങൾ, അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ കട്ടളപ്പാളി കൊണ്ടുപോയവർക്കും അയ്യപ്പൻ്റെ വിഗ്രഹത്തോട് നീതികേട് കാണിച്ചവർക്കും ഒക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? തന്ത്രിമാരുടെ വേഷം കെട്ടി, അല്ലെങ്കിൽ ശബരിമല മേൽശാന്തിമാരുടെയൊക്കെ പരികർമ്മികളായിട്ട് വേഷം കെട്ടി, പിന്നെ വർഷങ്ങളോളം ഓരോരുത്തരുടെ വീട്ടിൽ പോയി പൂജകൾ ചെയ്ത്
എന്താണ് ഇത്? പരികർമ്മി അയ്യപ്പ ക്ഷേത്രത്തിലെ ശബരിമല നറുക്കിട്ടെടുക്കുമ്പോഴാണ് അവിടെ തന്ത്രസ്ഥാനം ഉണ്ടാകുന്നത്. കുറേ പേരുടെ പേരിടും അതുണ്ടാവും. അദ്ദേഹം ദിവ്യനും മഹാനും ഒക്കെ ആയിരിക്കും ഇവരൊക്കെ തന്നെ. അവരൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ശബരിമല കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഓരോ വീടുകളിൽ പോയി അദ്ദേഹം അയ്യപ്പൻ്റെ അടുത്ത് നിന്ന ആളാണ്, അയ്യപ്പൻ്റെ പുറകെ നിന്ന ആളാണ്. ഇതൊക്കെ പറഞ്ഞ് കുറേ കാലം കൂടെ ജീവിച്ച് പണമുണ്ടാക്കിയാൽ ഇതൊക്കെ വംശത്തിന് അനുഭവിക്കാനുള്ള യോഗമുണ്ടാവുമോ എന്നുള്ളതുകൂടെ ഒന്ന് ചിന്തിക്കണം. വളരെ നല്ലതായിരിക്കും ഇത്തരം കാര്യങ്ങൾ. എന്നെ നിത്യേന വണ്ടിയിലൊക്കെ വഞ്ചി ട്രെയിനിലൊക്കെ പോകുമ്പോൾ, സ്വാമി ഈ അയ്യപ്പ വിഷയം ഒന്ന് സംസാരിക്കണേ, ഇവനെല്ലാം രക്ഷപ്പെടുമോ സ്വാമി? നമ്മളെന്ത് പറയാനാണ്? ഈ അടുത്ത കാലത്ത് ഞാൻ ട്രെയിനിൽ പോയപ്പം ജയറാമിനെതിരെ ഇത് പോരാ സ്വാമി, അവൻ എന്തിനാണ് ഇത് വീട്ടിൽ കൊണ്ടുപോയത് സ്വാമി, അതിനെക്കുറിച്ച് പറയണം സ്വാമി. ഒരു സ്ത്രീ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞു, അയാൾ എന്തെങ്കിലും ഇത് വീട്ടിൽ കൊണ്ടുവച്ചത്, അയാൾക്ക് ബോധമുണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വലിയ വൻ തോക്കുകളിലേക്ക് പോയി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടിയുടെ അടിത്തറയിലേക്ക് പോകില്ലേ വരാൻ പോകുന്ന ഇലക്ഷന്? ഇവരൊക്കെ തന്നെ വിശ്വാസമില്ലായ്മയുടെ യാതൊരു തരത്തിലും വിശ്വസിക്കാൻ പാടില്ലാത്ത വ്യക്തികളാണ് ഈ ഭരണകൂടത്തിൻ്റെ മേൽത്തട്ടിലിരുന്നവരെന്നും ഇവരിലാണ് വിശ്വസിച്ച് താക്കേൽപ്പിച്ചതെന്നും പറഞ്ഞാൽ, അപ്പോൾ അതിൽ നിന്ന് മാറ്റി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അതല്ല ഇതാണ് സത്യം, ഇതിങ്ങനെയാണ്. പിന്നെ രണ്ടാമത് എൻ്റെ അടുത്ത് ഈ അടുത്ത ദിവസം ഒരാൾ ചോദിച്ചോണ്ട്, സ്വാമി എന്തുകൊണ്ടാണ് പത്മകുമാർ തെറ്റുകാരനാണ്, ജയിലിൽ കിടക്കുകയാണ്, ഇദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത്? അദ്ദേഹം കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ലോകം മുഴുവൻ അറിയാം. പക്ഷേ അദ്ദേഹം കുറ്റം ചെയ്തു, പാർട്ടി വിശ്വസിച്ചേൽപ്പിച്ചിരുന്ന ആ സ്ഥാനം ദുരുപയോഗം ചെയ്തു എന്ന് അവർക്ക് സ്വയം ബോധ്യപ്പെട്ടാൽ ആ പാർട്ടിയുടെ നിലനിൽപ്പ് പ്രശ്നമല്ലേ? അതുകൊണ്ട് അവർ ബോധപൂർവം പറയുന്നതില്ലേ ഇത്തരം കാര്യങ്ങൾ? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചെറുതാണോ? എന്തൊക്കെ പറഞ്ഞാലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊരു നല്ല വിഭാഗം നേതാക്കളുണ്ട്. അത് നന്നായിട്ട് ഒരു കാലത്ത് സമൂഹത്തിൻ്റെ ദുരാചാരങ്ങൾക്കെതിരെ വിരലുയർത്തിയവരാണ്, അതിനെതിരെ സമരങ്ങൾ സംഘടിപ്പിച്ചവരാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ്. പിന്നീട് സമ്പന്നമൊക്കെ ആവും. എന്നാൽ ഇതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്, നമ്മൾ പുറകിലോട്ടൊക്കെ പോകുമ്പോൾ ഒരു 10, 40, 50, 60 വർഷം പുറകിലോട്ട് പോകുമ്പോൾ ആ പാർട്ടിക്ക് ഇങ്ങനെ കളങ്കിതമായിട്ടുള്ള കുറേ ആൾക്കാർ വന്നു ചേർന്ന് ഈ പാർട്ടി നശിച്ചു പോയല്ലോ, ഇത് നാശത്തിൻ്റെ വക്കിലേക്ക് പോകുന്നല്ലോ ഈശ്വര എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ DNA പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് കുറച്ച് പേരെങ്കിലും ഉള്ളെങ്കിൽ പോലും ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. ഞാൻ ജയറാമിൻ്റെ വിഷയം സംസാരിക്കണമെന്ന് വിചാരിച്ച ഒരാളല്ല, പക്ഷേ നമ്മൾ സംസാരിക്കണമെന്ന് ജനം പ്രതികരിക്കുന്നു. അടിസ്ഥാനപരമായി ഇതിൻ്റെ ചുമതലയുണ്ടാകുന്നവർ, ആ ക്ഷേത്ര സംവിധാനത്തിൻ്റെ ചുമതലയുണ്ടാകുന്നവർ, അവിടുത്തെ ആ ശബരിമല ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സകല കാര്യങ്ങൾക്കും ഉത്തരവാദിത്വമുള്ളവർ ഇത്തരം ഒരു നീചകൃത്യം ചെയ്തപ്പോൾ ആ ഒരു നീചകൃത്യത്തിൽ നിന്ന് അവർക്ക് എങ്ങനെയാണ് അതിൻ്റെ പാപഫലങ്ങൾ അനുഭവിക്കാതെ മാറി നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരു സത്യം. അത് അവരനുഭവിച്ചേ പറ്റൂ. അന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുവാണ്. അല്ലാതെ എന്ത് ചെയ്യാൻ? നമ്മളൊക്കെ സാധാരണ ജനങ്ങളല്ലേ? ദൈവത്തിനെ കണ്ട അയ്യോ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന ദൈവത്തിനെയാണ് ഇതെടുത്തുകൊണ്ട് പോയിരിക്കുന്നത് മുഴുവൻ. വിജയ് മല്യ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വിജയ് മല്യ താഴെ മുതൽ മോള് വരെ പാറ വിതറി ശബരിമലയിൽ, മദ്യമിറ്റ കാശാണ്. സ്വർണ്ണ കൊടുത്തു. എന്നിട്ട് വിജയ് മല്യ ഉണ്ടോ? നാട് വിട്ടുപോയി. എന്നാൽ സത്കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ ചെയ്തില്ല. നല്ല കർമ്മങ്ങൾ ചെയ്യാത്തവന് ഈശ്വരന് ആവശ്യമില്ല. നല്ല കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ വിജയ് മല്യ ഈ കിങ്ഫിഷർ എന്ന് പറയുന്ന ബിയറും കിങ്ഫിഷർ എന്ന് പറയുന്ന പിന്നെ ഫ്ലൈറ്റും ഇതെല്ലാം കൊണ്ട് രാജകീയമായി കോടീശ്വരനായിട്ട് ജീവിച്ച് സിനിമയും ഒക്കെ എടുത്ത് അച്ഛനും മകനും ഒക്കെ കുറേ കാമുകിമാരെയൊക്കെ ഉണ്ടാക്കി എന്താണോ ലോകത്തിന് ആവശ്യം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നന്മയ്ക്ക് പകരം തിന്മയിലൂടെ സഞ്ചരിച്ച് എല്ലാം നശിച്ച് നാമാശേഷമായി ഒരു അയ്യപ്പനും രക്ഷിക്കാൻ പറ്റാത്ത വിധം സർവനാശം സംഭവിച്ച് എവിടെയാണെന്ന് പോലും നമുക്കറിയാത്ത വിധത്തിൽ ഇന്ത്യ വിട്ടുപോയി വിജയ് മല്യ അല്ലേ? അപ്പം ഈ പാകി കൊടുത്ത സ്വർണവും നല്ല തങ്കവും ഈ താഴെ മുതൽ മുകളിൽ വരെ പായി കൊടുത്ത പാറക്കല്ലുകളും ഒക്കെ ചവിട്ടി മെതിച്ചു പോയ ഒരുപാട് പേർ ചവിട്ടി മെതിച്ച് കളഞ്ഞ പോലെ വിജയ് മല്യ എന്ന് പറയുന്ന കോടീശ്വരൻ ഇന്ന് എവിടെയാണ്? അയ്യപ്പൻ്റെ അടുത്തേക്കെത്താൻ എല്ലാ സൗഭാഗ്യങ്ങളും ഒരുക്കിക്കൊടുത്ത ആ വിജയ് മല്യ പോലും കാലത്തിൻ്റെ ഒഴുക്കിൽ എവിടെയൊക്കെയോ വിസ്മൃതിയിലാണ്ടുപോയി. അവിടെയാണ് ഈ ഇത്രയും കഠിനമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പത്മകുമാറും പിന്നെ ബാക്കി ഏതൊക്കെ മികച്ച കേരളത്തിൽ അറിയപ്പെടുന്ന
ആ നേതാക്കന്മാരും ഇതുമായിട്ട് ബന്ധമുള്ളവരും ഒക്കെ ആൾക്കാരുടെ ഒരു അവസ്ഥ. അതിനകത്തൊരു ജയശ്രീ എന്ന് പറഞ്ഞൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അവർക്കെന്തോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർ കേസിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് പറയുന്നു. എങ്ങനെയാണ് ദൈവം ആരോഗ്യ പ്രശ്നങ്ങൾ കൊടുക്കാതിരിക്കുക? നമുക്കാണെങ്കിൽ പോലും നല്ല കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ, മറ്റുള്ളവൻ്റെ സ്വത്ത് കൊള്ളയടിക്കാൻ ശ്രമിച്ചാൽ, ആര് പറഞ്ഞിട്ട് ഒപ്പിടാലും നമ്മളൊരാൾക്കൊരു ഒപ്പിടുകയാണെങ്കിൽ ആ ഒപ്പിടുന്നത് എന്തിനാണ് ഒപ്പിടുന്നത്? എനിക്കൊക്കെ ഇതുപോലെ അബദ്ധങ്ങൾ മാത്രം പറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്കൊന്നും പറയാനുള്ള ഒരു യോഗ്യതയില്ല. കാരണം എല്ലാ വിഡിത്തവും അബദ്ധവും ഞാനും ചെയ്യും. ഏതൊക്കെയാണ് ഇതിനകത്ത് അബദ്ധം, ഏതൊക്കെയാണ് ഇത് തെറ്റ്, ഏതാണ് ശരിയെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശബരിമല ശാസ്താവിനെ തൊട്ട എല്ലാവരും അഗാധമായ ഒരു ഗർത്തത്തിലേക്ക് വീണു പോവുകയാണ്. ഇനി ആരൊക്കെയാണ് വീഴുന്നതെന്ന് നമുക്കറിയത്തില്ല. ആരൊക്കെ ഒരു ഹൈന്ദവ സംഘടനകൾക്കും അതിനുവേണ്ടി പോർവിളിച്ചില്ലെങ്കിൽ പോലും അയ്യപ്പൻ എന്ന് പറയുന്ന ഒറ്റ ശക്തി, ആ ശക്തിയുടെ താണ്ഡവത്തിൽ തൻ്റെ സ്വത്താണ്. തൻ്റെ സ്വത്തെന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ സ്വത്ത്, ഭക്തിയുടെ സ്വത്ത്. അതാണ് അയ്യപ്പൻ്റെ സ്വത്ത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പന്മാരുടെ ആ വിശ്വാസം അതാണ് എൻ്റെ സ്വത്ത്. ആ വിശ്വാസം തച്ചുടച്ചവരെ നിങ്ങൾക്ക് മരണമില്ല, പക്ഷേ മരണതുല്യമായി നിങ്ങൾ ജീവിക്കുമെന്ന് അയ്യപ്പൻ്റെ മനസ്സ് പറയുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവവിശ്വാസത്തിൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നവരെല്ലാം അത്തരം വിശ്വാസങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.